കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയായി. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ 50ഓളം പേർ പ്രതിപട്ടികയിൽ ഉണ്ടാകും. ഈ മാസം അവസാന വാരം കുറ്റപത്രം സമർപ്പിക്കും. കരുവന്നൂരിനൊപ്പം മറ്റ് 2 നിക്ഷേപ തട്ടിപ്പുകളിൽ കൂടി കുറ്റപത്രത്തിന്റെ കരട് രൂപമായി. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് 1.5 വർഷത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട കുറ്റപത്രമായത്. 2024 നവംബറിൽ കുറ്റപത്രം സമർപ്പിക്കാനിരുന്നതായിരുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവിധ കേസുകളുടെ ബാഹുല്യമായതോടെ രണ്ടാം ഘട്ട കുറ്റപത്രം വൈകുകയായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നിട്ടില്ല. ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ ചുവട് പിടിച്ചാണ് രണ്ടാം ഘട്ട കുറ്റപത്രം. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച നിരവധി പേർക്കെതിരെ തുടരന്വേഷണത്തിൽ നിർണായക തെളിവുകൾ ED ശേഖരിച്ചിട്ടുണ്ട്. ഇവർ പ്രതിപട്ടികയിലുണ്ടാകും. CPMന്റെ 77.63 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെക്കുകയും ചെയ്തിരുന്നു. സ്വത്ത് കണ്ടുകെട്ടൽ ശരിവെച്ചതോടെ രണ്ടാം ഘട്ടത്തിലെ പ്രതിപട്ടികയിൽ CPM പാർട്ടിയും പ്രതിയാകും. തട്ടിപ്പിന്റെ ഒരു വിഹിതം സംഭാവനയായി CPMന്റെ കൈവശം എത്തിയെന്നാണ് ED അന്വേഷണത്തിൽ വ്യക്തമായത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ച സ്വത്ത് കണ്ടുകെട്ടലുകളിൽ ബന്ധപ്പെട്ടവരെല്ലാം ED കേസിലും പ്രതികളാകും. ജനം, കൊച്ചി.